കാനന ചോലയിൽ ആടി നിൽക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല പണ്ടേ നമ്മൾ പാടി മറന്നൊക്കെ ചെയ്തുകൂടാ. ഐ എം വെരി എക്സ്പേർട്ട് ഇൻ ഹിന്ദി, आपको नहीं 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 आप ऐसा मत बोलने. ഹായ് കടുവോ, എന്തുകൊണ്ട് വിശേഷം, സുഖാണോ? ये कोशिश के बारे में मैं आपसे बोला हूँ. എന്റെ ഹിന്ദി കണ്ടിട്ട് ഭയ്യ തന്നെ ഇങ്ങനെ मैम इतना अच्छी हिंदी बोलता है. नहीं 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 आप ऐसा मत बोलने. ഞാൻ കണ്ണുങ്ങനെ തുറന്നിട്ട് ചോദിക്കാം, सच में आप इतना सुंदर हिंदी बोलता है. अभी मैंने भैया मेरे को हिडन टैलेंट है हिंदी बात करने के लिए. आप बोलिए ना. नहीं नहीं मैं कोयम्बतूर मैम हूं. ഇങ്ങനെ പാവത്തങ്ങൾക്ക് ഇത്രയും കഴിവ് ഒരുമിച്ച് കൊടുക്കല്ലേ എന്റെ തമ്പുരാനെ. താങ്ക് യു ജെന്റിൽമാൻ, താങ്ക് യു. ചില സമയത്ത് ഭയ ഇങ്ങനെ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഒന്നും മനസ്സിലാവാത്ത ഇങ്ങനെ നിൽക്കും. എന്താ ഇപ്പൊ ഉണ്ടായേ, ഇവിടെ ആരാ പടക്കം പൊട്ടിച്ചെന്നുള്ള രീതിയില്. പിന്നെ പിതാശ്രീ हमको माताश्री कैसा है? अच्छा ബാവുസ്വാമി ഭാവുസ്വാമി ബാവുസ്വാമി ഭാവുസ്വാമി ഓ ഭാവുസ്വാമി എന്റെ ക്ഷേത്രത്തിൽ വരാറുണ്ട്. ചെയ്യും ഭാവുസ്വാമി ബാവുസ്വാമി ഇത്രേ ഉള്ളൂ ഭാവുസ്വാമി. നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. അതിപ്പോ കാർന്നവന്മാർക്ക് കുറച്ച് ഭംഗിയും. ഇപ്പൊ എനിക്ക് കുളിക്കാനും നനയ്ക്കാനും പറ്റിയതുകൊണ്ട് എന്റെ കാർന്നവന്മാർ കാണാൻ കൊള്ളാവുന്നതുകൊണ്ട് അവരൊരു കോലവും രൂപവും എനിക്ക് കിട്ടണോ. പിന്നെ ഇവിടെ എന്റെ അത്ര ഹിന്ദി സംസാരിക്കുന്ന വേറെ ആരില്ല ഈ ഷോപ്പില്. കണ്ടോ 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 ഒരുപാടുണ്ടല്ലോ എന്റെ സ്കിൻ, എന്റെ ഫേസ്, എന്റെ ബോഡി. ഭയങ്കര കട്ടിയാ. കൈ രണ്ടും ബലം പിടിച്ച ഫുട്ബോളിന്റെ ബ്ലാഡർ പോലെ മാത്രം വീർത്തു വരുമ്പോ ജിമ്മ എന്നല്ല വിചാരം. എന്നാ അതല്ല, ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്. അതെ, നാട്ടിൽ കുറച്ച് വായി നോക്കിയതുണ്ട്. അവന്മാരൊന്ന് ഒതുക്കണമെങ്കിൽ കുറച്ച് ആരോഗ്യമൊക്കെ. I love this word. Give respect and take respect. And people often seems like they want respect, but they are not ready to give it. എന്റെ ഇംഗ്ലീഷ് കറക്റ്റ് അല്ലേ ജോസഫേ? അത് ശരിയാ, നമ്മൾ മോശക്കാരാവാൻ പാടില്ല. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഒരാൾ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് സാധാരണ അവര് നമ്മളെ ട്രീറ്റ് ചെയ്യേണ്ടത്. ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ ഇന്നാ നടന്ന. നമുക്ക് ഒരാൾ നമ്മളെ മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണം. ആരാ